ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് ചൂരക്കറിയാണ്. ഇതിപ്പോൾ നല്ല ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചൂരയാണ്. പിന്നെ ഇത് ആവശ്യമായ മുളകും ഉണ്ട്. ഇതിൻ്റെ കൂടെ മഞ്ഞളും കൂടെ ഉണ്ട്. അരിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ അതിനാവശ്യമായ കടുക് പൊട്ടിക്കുന്ന ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെയാണ്. നമുക്കതിന് അറിയാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചട്ടിയും ചൂടായി നല്ലോണം. ഇത് നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അത് നല്ല പൊട്ടി വന്നു. ഇനി വേഗത്തെ ഉള്ളിയും വെളുത്തുള്ളിയും മറ്റേ ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് മൂപ്പിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ച മുളക് അരച്ച് വെച്ച് മുളക് വയ്ക്കുക. ഇനി നല്ലോണം തിളക്കണം. ഇതിപ്പോ ഞാൻ വലിയ പാത്രത്തിലോട്ട് ഒഴിച്ച് നല്ല തിളച്ച് വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ഇടാം. പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പുളി ഞാനിവിടെ ഒരു 7 എടുത്തിട്ടുള്ള ഇത് ഞാൻ ഇടുക. അത് നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല പുളി വരും. ഇതാണ് നമ്മുടെ മീൻ. ഇതും കൂടെ ഞാൻ അതിലോട്ട് ഇടാൻ പോവാണ്. സാധനം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാമല്ലോ. ഉണ്ടോ? ഇനി നമുക്ക് അടിച്ചു വെക്കാം. അതുകൊണ്ട് ഇതിപ്പോ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല കുറവും ഇപ്പോൾ നല്ല ഒരു ടേസ്റ്റ് വരും. ശരിക്കും ഈ കറി ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നാളെ കഴിക്കുന്നതായിരിക്കും. കാരണം അപ്പോഴത്തേക്ക് പുളിയെല്ലാം ഇറങ്ങിയ ഉപ്പെല്ലാം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും